ഹലോ. ഹായ്. സംസാരിക്കാണെന്ന് പറഞ്ഞെന്താ? നിങ്ങൾ എന്താ ചെയ്യുന്നത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ദിവസം രണ്ടുപേരെങ്കിലും തല്ലാറുണ്ട്. അപ്പോ നിങ്ങൾക്ക് ഇൻകം ഒന്നുമില്ലേ? വീട്ടിലെല്ലാവർക്കും ഇൻകം ഉണ്ടല്ലോ. അവർക്കെല്ലാവർക്കും ഇൻകം ഉള്ളപ്പോ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഇൻകം എന്തിനാ? ഇൻകം ടാക്സ് പ്രോബ്ലം ഉണ്ടാവാനാ? അപ്പൊ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാന്ന്? ഫ്രീ. എല്ലാ ദിവസവും 2 തല്ലും. പക്ക. അത് ഉറപ്പ്. അങ്ങനെ ഒരു വേസ്റ്റ് കാൻഡിഡേറ്റിനെ ഞാൻ സെലക്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? വേസ്റ്റ്? കറക്റ്റ് അല്ലേടാ പറഞ്ഞത്. അവൾക്ക് വിവരമുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞതാ വെറുതെ പാഴ്വേലയ്ക്ക് പോണ്ടാന്ന്. ഇവിടെ ചിലര് സപ്പോർട്ട് ചെയ്തതിന്റെയാ അവിടെ ചെന്നപ്പോ കിട്ടിയത്. പൊതുവെ നിങ്ങളുടെ തമിഴ്നാട്ടിൽ സാധാരണ ഒരു ചൊല്ലുണ്ടല്ലോ, അഭിമാനം ഇല്ലെങ്കിൽ അപമാനം ഇല്ലെന്ന്. ഒന്ന് നിർത്തണം. വലിയ അഭിമാനമുള്ള ഒരാള് എന്റെ മനസ്സിൽ തോന്നുന്നത് ഞാൻ ഏത് കുരങ്ങന്റെ മുഖത്ത് നോക്കിയാലും തുറന്നടിച്ച് പറയും. അറിയാലോ? എന്റെ ദൈവമേ, എന്റെ കണ്ണനെ കുറിച്ച് നീ എന്തൊക്കെയായി പറയുന്നത്? ഇവൻ ആരാണെന്നറിയാവോ? ഇവനാണ് ഓൾ ഇൻ വൺ. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ കണ്ണാ. ഇന്ന് ഒരു ദിവസം ഞാൻ നിനക്ക് തരുന്നു. ആരുടെ മുമ്പിലും തോൽക്കരുത്. കണ്ടെത്തിക്കോ. ആരായാലും കുഴപ്പമില്ല. ഒരു ഐശ്വര്യമുള്ള പെൺകുട്ടിയെ വേണം നമ്മുടെ വീട്ടിലേക്ക് നീ കൂട്ടിക്കൊണ്ടുവരാൻ. ആരായാലും മലയാളി ആയിരിക്കണം. നമസ്കാരം സാർ. ഹായ്. താങ്ക്സ്. ഇത് ആ റേപ്പ് ആൻഡ് മർഡർ കേസോ? അതെ സർ. നീയാണോ ചെയ്തത്? അതെ. ഒറ്റയ്ക്കായിരുന്നോ ഗ്രൂപ്പാ? ഒറ്റയ്ക്കായിരുന്നു. എന്തിനവളെ കൊന്നു? മുമ്പ് കേസുകളുണ്ടോ? അത് നീ മുമ്പ് ചെയ്ത തൊട്ടിത്തരങ്ങളുടെ എല്ലാം വിശദാംശങ്ങൾ കേട്ട് എനിക്ക് ആസ്വദിക്കാൻ വേണ്ടിയല്ല ചോദിച്ചത്. കേസിൽ നൂരിത്തരാൻ വല്ല വകുപ്പുണ്ടോന്ന് അറിയാനാടാ പുല്ലേ. സോറി സർ, പ്ലീസ് പറയടാ അങ്ങോട്ടാ. ഒന്ന് ചെയ്യതല്ലടി. സാർ മരിച്ചു. ചത്താലും സാരമില്ല. മാറിവിടെ. എങ്ങനെയാ പുറത്തായത്? എന്ത് ചെയ്താലും അത് അപ്പൊ തന്നെ മീഡിയക്കാർ അറിയുമല്ലോ സാർ. ഈ മീഡിയക്കാരുടെ കാര്യം ഇങ്ങനെയാ. 10 ലക്ഷം പേർക്ക് സാരി വിതരണം ചെയ്ത 10 ലക്ഷം പേർക്ക് സാരി വിതരണം ചെയ്തത് UK ഗ്രൂപ്പാണെന്ന് പറഞ്ഞ് സ്ക്രോളിംഗിൽ ഇത്രയുണ്ടാവും. എന്നാൽ ഒരു സാരി അഴിച്ചു നോക്ക്, അന്ന് മുഴുവൻ അതൊരു വലിയ ന്യൂസ് ആയിരിക്കും. സാരി വലിച്ചഴിച്ചു, വലിയ എക്സ്ക്ലൂസീവ്. അപ്പൊ ആ ന്യൂസാണ് ന്യൂസൻസ് ആയത്. അല്ലെങ്കിലും ന്യൂസ് എപ്പോഴും ന്യൂസൻസ് ആണല്ലോ. അതിരിക്കട്ടെ പ്രൊഫസർ, ആ വണ്ടൻമേട് ടീ ഫാക്ടറിക്ക് അടുത്തുള്ള 30 ഏക്കർ ഇപ്പോഴും ഉണ്ടോ അതോ വിറ്റോ? വിറ്റിട്ടില്ല സാർ, എൻ്റെ പേരിലുണ്ട്. ഉണ്ടല്ലോ. അപ്പൊ പ്രോബ്ലം ഒന്നുമില്ല, നിങ്ങൾ പൊയ്ക്കോ. താങ്ക് യു സാർ. ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ? എൻ്റെ മോക്ക് കോളേജ് ഫീസ് പോലും അച്ഛനാ കൊടുത്തിരുന്നത്. രാവിലെ കോളേജിലേക്ക് സന്തോഷത്തോടെ ഇറങ്ങിപ്പോയതാ എൻ്റെ മോള്. മെഡിസിന് ചേരണം എന്നുള്ളായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. എല്ലാം പോയി. കൊന്നുകളഞ്ഞില്ലേ അവരെന്റെ മോളെ? അവർക്ക് ശിക്ഷ കിട്ടിയ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ തിരിച്ചു കിട്ടില്ല. എന്നാലും ന്യായം നടപ്പാകണം മോളെ. ഈ കേസിനെ സംബന്ധിച്ചുള്ള ഏത് വിഷയത്തിനും എന്റെ സഹായം ഉണ്ടാവും. എന്റെ അച്ഛൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ടോ അതൊക്കെ ഞാനും ചെയ്തിരിക്കും. മൂർത്തി മാഡം, നമ്മുടെ ലോയറിനെ വിളിച്ച് ഈ കേസിനെ സംബന്ധിക്കുന്ന വിവരങ്ങളും സാക്ഷികളും കളക്ട് ചെയ്യണം. യെസ് മാഡം. ഈ കേസിലെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ധൈര്യമായി പൊയ്ക്കോളൂ. കണ്ണാ, ഞാൻ ആലോചിക്കുന്ന വേറൊരു കാര്യമാണ്. ഇന്ന് എന്തെങ്കിലുമൊക്കെ അബദ്ധം സംഭവിക്കും. എന്തബദ്ധമാ? പെണ്ണിനെ നോക്കാൻ അവള് പറഞ്ഞു വിട്ടിരിക്കല്ലേ. അബദ്ധമല്ല, അത്ഭുതം ഉണ്ടാവുന്നത്. ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാവുന്ന വാഗ്ദാനം തന്നിരുന്നു. പക്ഷേ കുടിവെള്ള പ്രശ്നം മാത്രം ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. പൈപ്പ് ലൈനിന് 80 ലാഖ് സാങ്ഷൻ ആയിട്ടുണ്ട്. ഒരു പ്രശ്നത്തെക്കുറിച്ച് ഓർത്തും നിങ്ങൾ ആരും ഈ നാട്ടിൽ വിഷമിക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തോളാം.
ഹേയ് MLA മാഡം, ഐ ലവ് യു. ഇവനെന്തിനാ ഇവിടെയും വന്നത്? എനിക്ക് മാഡത്തെ പെരുത്ത് ഇഷ്ടമാണ് കേട്ടോ. ഞാനിപ്പോ ജീവിക്കുന്നതിന് മാഡത്തിന് വേണ്ടിയാ. പേടിക്കണ്ട നമ്മുടെ പാർട്ടിക്കാരൻ തന്നെയാ. ആ കറക്റ്റ്, നമ്മുടെ പാർട്ടിയാ. നിങ്ങൾ പോയിക്കോ, മാഡം പറഞ്ഞ കേട്ടില്ലേ? നിന്റെ പേരെന്താടാ? കണ്ണെണ്ണ. ആ കണ്ണൻ. നീ എന്താ ചെയ്യുന്നേ? നിന്നെ ലൈൻ അടിച്ചോണ്ടിരിക്കുക. അത്രക്ക് ഇഷ്ടമാണോ നിനക്കെന്നെ? ഓരോ നിമിഷം കഴിയുന്നതോറും വളരെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്താ പറഞ്ഞേ? വളരെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു. എന്തിനാടാ നീ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? എന്താ വോട്ടിന് വേണ്ടി നീ ഇങ്ങനെ നടന്നിട്ടില്ലേ? നീ അവസരം ചോദിച്ചു, ഞാൻ അവസരം തന്നു. ഡിമാൻഡ് സപ്ലൈണ്. ഓ, നിന്റെ ഒറ്റ വോട്ട് കൊണ്ടാണ് ഞാൻ വിന്നറായതല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലെങ്കിലും അതല്ലേ കറക്റ്റ്. അന്ന് നീയല്ലേ വെറുതെ വന്ന് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിട്ട് പോയത്? ഞാൻ കുഴപ്പമുണ്ടാക്കിയെന്നോ? അതെ, ഇലക്ഷൻ പ്രചരണത്തിന് ശ്രീനഗർ കോളനിയിൽ വന്നില്ലേ? വന്നു. ടോപ്ലെസ് ജീപ്പിൽ കയറിയില്ലേ? കേറിയിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ എന്ന് വിളിച്ചില്ലേ? വിളിച്ചിരുന്നു. തന്നില്ലേ? നിങ്ങൾ എന്റെ സ്വന്തമാ എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞോണ്ടാ ഞാൻ വന്നത്. ഈ അത് മണ്ഡലത്തിലുള്ള മൊത്തം ആളുകളോടാ. നീ അവരോടാ പറഞ്ഞെങ്കിലും കറക്റ്റ് ആയിട്ട് എനിക്ക് അത് കൊണ്ടേ. നിന്നെ ഞാൻ ആൾക്കാർ നോക്കുന്നു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ? ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. മോളെ, നമ്മുടെ വക്കീൽ ഇതുവരെ വന്നില്ലല്ലോ. പ്ലീസ് മൂർത്തി, എന്താ ഇതൊക്കെ? ഇന്ന് രാവിലെ ഞാൻ ഫോൺ ചെയ്താണ് മാഡം. കൃത്യമായിട്ട് എത്തിക്കോളാന്നും പറഞ്ഞതാ. ഇപ്പൊ വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല. എന്താണ് കാര്യമെന്നൊന്നും എനിക്കറിയില്ല മാഡം. ആരോ പിന്തിരിപ്പിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നേ. ചിറ്റപ്പ, MLA എന്തോ ഒരു ടെൻഷനിലാണല്ലോ. വാ. നമസ്തേ സർ. ലോയർ ശിവനാരായണൻ എവിടെ? ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങളുടെ വക്കീൽ എവിടെയെന്ന്? വന്നിട്ടില്ല. പിന്നെ സാക്ഷികളെ എങ്ങനെയാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വന്നോളാന്ന് പറഞ്ഞിരുന്നതാ. ലോയറില്ല, സാക്ഷികളില്ല. ഇങ്ങനെ കോടതിയുടെ വിലയേറിയ സമയം പാഴാക്കാനുള്ളതല്ല. അതുകൊണ്ട് ഈ കേസ് കോടതി മാറ്റിവെക്കും. Excuse me, sir. പറയാനുള്ളതൊന്ന് കേൾക്കണം പ്ലീസ്. വാദിക്കേണ്ടത് നിങ്ങളല്ല മാഡം, ലോയറാണ്. എന്നാ ചെല്ലേ, കേസ് ഏറ്റെടുക്ക. ചെല്ല്. കണ്ണാത് പിന്നെ പറയുന്ന കേൾക്ക്. ചെല്ല്, കേസ് ഏറ്റെടുത്തോളാന്ന് പറ. എന്തറിഞ്ഞിട്ടാടാ? അവധിക്ക് വെക്കാലോ. അപ്പൊ സാക്ഷികള്? സാക്ഷികളൊക്കെ ഉണ്ട്. സമയമാകുമ്പോ അവരൊക്കെ വന്നോളുന്നേ. ചെല്ല്. യുവർ ഓണർ, എന്റെ പേര് ശ്രീപതി. ഈ കേസ് ഞാൻ ഏറ്റെടുക്കാം സർ. ഒരു അവധി കിട്ടിയാൽ. നിങ്ങൾക്കാരാ സാക്ഷികളുള്ളത്? അവധി എങ്ങനെ തരും? സൈലൻസ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒരാൾ കുറ്റവാളിയാകും എപ്പോ? സാക്ഷികൾ ഉണ്ടാകുമ്പോൾ. ഒരാൾ കുറ്റവാളിയാകും എപ്പോ? കേസ് പ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ. അല്ലാതെ 10 ചാനലിൽ ന്യൂസ് വന്നാലോ 10 പേപ്പറുകളിൽ എഴുതിയാലോ 10 ആളുകൾ ഇങ്ങനെ വായിട്ട് അലച്ചത് കൊണ്ടോ ഒരു MLA സപ്പോർട്ട് ചെയ്താലോ കേസ് ഒരിക്കലും പ്രൂവ് ആവുകയില്ല. യുവർ ഓണർ, രാത്രി റേപ്പ് ചെയ്താൽ ഏതെങ്കിലും സ്ത്രീകൾ രാവിലെ ഗർഭിണിയാകുമോ? യെസ്, റേപ്പ് നടന്നിട്ടുണ്ടാവും. പക്ഷെ റേപ്പ് നടന്ന ദിവസം അവൾ 6 months പ്രഗ്നന്റ്. ഇതാ ഡോക്ടർ സർട്ടിഫിക്കറ്റ്. ഈ സ്ത്രീ ഏത് ടൈപ്പാണെന്ന് അറിയോ സാർ? രാത്രി റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന ലോറികൾ ഇന്ന് അനാശാസ്യത്തിന് 2-3 തവണ ഈ കോൺസ്റ്റബിൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2-3 തവണ കണ്ടു സാർ. 2 തവണയെ പിടിച്ചുള്ളൂ. കരഞ്ഞു പറഞ്ഞത് കൊണ്ട് വാണിംഗ് കൊടുത്ത് പറഞ്ഞു വിട്ടു. ചെറിയ പെൺകുട്ടിയല്ലേ സാർ? സാറേ, അയ്യോ, വേണ്ട, ചെറിയ കുട്ടിയാ. ദയവ് ചെയ്ത് അങ്ങനെ പറയല്ലേ. ഞങ്ങൾക്ക് പരാതിയില്ല സാർ. കേസ് വേണ്ട സാറേ. ഞങ്ങൾ പൊയ്ക്കോട്ടെ സാർ. കോടതിയെ കുറിച്ച് എന്താണ് വിചാരിച്ചത്?
കേട്ടില്ലേ യുവർ ഓണർ? സാധു പെൺകുട്ടിയാ, ചെറിയ കുട്ടി, അതുകൊണ്ട് കേസും വേണ്ടെന്ന്. അപ്പൊ ഈ ചെറുപ്പക്കാരന്റെ അവസ്ഥ എന്താ? ഇവരെത്രയാ അപമാനിച്ചത്? ഇയാളൊരു ബിസിനസ് മാനാണ്, യൂത്ത് ഐക്കൺ പൊസിഷനിലുള്ളവൻ. അവന്റെ പേരിൽ ഈ കേസ് കെട്ടിവെച്ച് പിന്നെ ആ രാഷ്ട്രീയ പാർട്ടി ഏറ്റെടുത്ത് ഈ രാഷ്ട്രീയ പാർട്ടി ഏറ്റെടുത്ത് ജനങ്ങളെ ഈ സ്വാധീനിച്ച് അവളെ ഇവൻ റേപ്പ് ചെയ്തു എന്നും പറഞ്ഞ് മാനസിക നില തന്നെ തകർത്ത് കളഞ്ഞു സാർ. ഇവരുടെ മോളൊരു പണത്തിന് വേണ്ടി ബാർഗെയിൻ ചെയ്തപ്പോൾ ആരൊക്കെയോ ചേർന്ന് മാനഭംഗപ്പെടുത്തി കൊന്നതാണെന്നാണ് എന്റെ മനസാക്ഷി പറയുന്നത്. മനസാക്ഷിയല്ല യുവർ ഓണർ, ദിസ് ഈസ് ദ ട്രൂത്ത്. ഇങ്ങനെ ഒരു തെറ്റായ ആരോപണം നടത്തി വിലയേറിയ കോടതി സമയം പാഴാക്കിയത് പരിഗണിച്ച് ഈ കേസ് കോടതി തള്ളുകയാണ്. ദിസ് കേസ് ഈസ് ഡിസ്മിസ്ഡ്. എന്താ സാർ ഇങ്ങനെ? വണ്ടിയെടുക്ക, വേഗം വണ്ടിയെടുക്ക, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. വേഗം വാ, വണ്ടി സ്റ്റാർട്ട് ചെയ്യും. വേഗം ആശുപത്രി കൊണ്ടുപോകണം. വേഗം വണ്ടി എടുക്ക ചിറ്റപ്പ. കണ്ണ പറഞ്ഞത് കേട്ടില്ലേ? അതല്ല കണ്ണ, എന്താ? മരിച്ചുപോയടാ. മരിച്ചു? സാർ ഒരു നിമിഷം, അവർ സൂസൈഡ് ചെയ്തു. അത് കോടതി വിധി കറക്റ്റ് ആവാത്തത് കൊണ്ടല്ലേ? ആര് പറഞ്ഞു? ആ ചത്തുപോയവര് പറഞ്ഞോ? എങ്കിൽ കറക്റ്റ് ആയിരിക്കും. ചത്തുപോയാലും ആളുകളെ വെറുതെ വിടരുത്. ചിറ്റപ്പ ഒരു നിമിഷം പിടിച്ചേ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അവരറിയോ? അവര് ധനുഷിന്റെ ആൾക്കാരാ കണ്ണ, ധനുഷിന്റെ ആൾക്കാരാ. അവര് വളരെ ഡേഞ്ചറസ് ആൾക്കാരാ. അവര് വിട്ടേക്ക് കണ്ണ, നമ്മളതിൽ ഇടപെടണ്ട. ധനുഷിന്റെ ആൾക്കാരാ. കോർട്ട് കേസൊക്കെ കഴിഞ്ഞില്ലേ? ബാക്കിയൊക്കെ എങ്ങനെയാ? ലാൻഡ് രജിസ്റ്റർ ചെയ്യിച്ച് പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ട്. കോഫി കുടിച്ച് സംസാരിക്കാം, വരൂ. 30 ഏക്കേഴ്സിൽ 28 ഏക്കേഴ്സ് മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിരുന്നുള്ളൂ. എന്താ അത്? മൊത്തം കൂടി എഴുതിച്ച നോക്കാൻ വാച്ച്മാൻ നിർത്തണ്ടേ? ഇതാരാ ചെയ്തത്? നിന്റെ ലൈഫല്ലേ ഞാൻ തിരിച്ചു വന്നത്. ഇനി നീ ആരെ വേണേലും കൊന്നോ, ഞാൻ നോക്കിക്കോളാം. താങ്ക്സ്, ലവ് യു ബ്രദർ. ട്രൈ ചെയ്യടാ. സൂപ്പർ. വിടരുതാ അവനെ. കോട്ടിന്ന് ഞാൻ നോട്ടം വിട്ടതാ.
ന്യായത്തിന് 1000 കാലുകൾ ഉണ്ടാവണം, അന്യായത്തിന് കാലേ ഉണ്ടായിക്കൂടാ. എവിടെ? Who the hell is he? ഞാനാ. എന്താ കണ്ണ? രാത്രി 2 പെഗ് കൂടി പോയി. കരൾ ക്ലീനിങ്. ഹാങ് ഓവർ പെഗ് ഒരെണ്ണം വേണോ? കണ്ണാ, രാത്രി എവിടെ പോയതാ? മസാജിന്. മൂപ്പിന്നേ. ഞാനും ആ പെണ്ണുമായിട്ട് ബ്ലോക്ക് ബസ്റ്റർ കളിച്ച് മനസ്സിൽ വെച്ചോണ്ട് ഈ കല്യാണം വേണ്ടെന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുകയാണല്ലേ. എന്താ ഈ പറയുന്നത്? ഇത്ര സൂപ്പറായിട്ട് ഡാൻസ് ചെയ്യുന്നവൻ ഈ ഏരിയയിൽ വേറെ ആരുണ്ടടാ? പണിപാളി. ആ സ്പീഡ് ആർക്കുണ്ട്, ആ സ്റ്റൈൽ ആർക്കുണ്ട്, ആ മെയ്വഴക്കം ആർക്കുണ്ട്? ഒരുത്തരും ഇത് ചെയ്യാൻ പറ്റില്ല. ഭാർഗവ, നിന്റെ മാരേജ് ഫിക്സ്ഡ്. ഞങ്ങളുടെ പെണ്ണിന് നീ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഏരിയയിലുള്ള ഏത് കല്യാണത്തിനും ബർത്ത്ഡേക്കും മരണ വീട്ടിലും നീ തന്നെ ആയിരിക്കും ഡാൻസർ. മരണ വീട്ടിലോ? കോഫി എടുത്തോളൂ മോനെ. നിങ്ങളുടെ നാട്ടില് കോഫി കൊടുക്കാറ്, ഞങ്ങളുടെ നാട്ടില് തിരിച്ചാ. എന്താ മോനെ അത്? ബ്രാൻഡി. ബ്രാൻഡിയോ? എങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കുടിക്കും മോനെ, ഹെൽത്തിന് ബെസ്റ്റാ. ഇപ്പൊ കൊണ്ടുവരാവേ. അമ്മ, ഇത്രയ്ക്ക് മോഡേൺ ആണോ ഈ കൺട്രി വില്ലേജസ്? ബീവറേജസിന് മുമ്പിൽ ഇവരൊക്കെ ക്യൂ നിൽക്കാൻ തുടങ്ങുന്ന ഇനി എന്നാണാവോ? ഓൾറെഡി പോകുന്നുണ്ടായിരിക്കും. പയ്യൻ നല്ല ആപ്പിൾ പോലെ ഉണ്ടല്ലേ? എന്താ ലേറ്റ് ആവുന്നത്? മസിൽ കണ്ടില്ലേ? അടിപൊളിയാണല്ലേ? നീ ഒന്ന് ചുമ്മാ ഇരുന്നേ. ഇത് ബുക്കിൽ വായിച്ചില്ലേ? മസിലുള്ളവർക്ക് കവറേജ് കമ്മിയാണെന്ന്. അത് ബുക്കിലല്ലേടി, ഇത് ഓക്കെയാ. മരുമോൻ ചേട്ടോ, എന്താ മോളെ? ദുർമുഹൂർത്തവും ശനിയും രാഹുകാലവും 3 ഒരേ സമയത്താ വന്നത്. അത് കഴിഞ്ഞിട്ട് പെണ്ണ് കാണാന്നാ പറയുന്നത്. അത് കഴിയും വരെ ഇരിക്കണേ. ആയിരുന്നോളാം മോളെ, നീ സ്ഥലം വിട്ടോ. ഓക്കെ മരുമോൻ ചേട്ടാ. മരുമോനാണത്ര. ഇത് ഫിക്സ് ആയി. ഇനി പെണ്ണിനെ കാണണമെങ്കിൽ രാഹുകാലം തീരുന്നവരെ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണോ? വന്നതല്ലേ, അനുഭവിക്കാം. ചിറ്റപ്പാ, കാലെന്നൊരു പെരുപ്പ് കയറി വന്നിട്ട് എല്ലാത്തിന്റെ നെഞ്ചും കൂടി ചവിട്ടി പൊളിക്കാൻ എനിക്ക് തോന്നുന്നു. ഈ കല്യാണം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ചീറ്റിക്കുന്ന ഞാൻ കാണിച്ചു തരാം. ബാ. മീറ്റിംഗ് കണ്ടിട്ട് ഇപ്പൊ തന്നെ പിടിച്ച് കെട്ടിക്കുന്ന ലക്ഷണമാ. മോനെ, ഒരു മിനിറ്റ് ഒന്ന് വന്നേ. ഇപ്പൊ തന്നെ ഒരുപാട് മിനിറ്റ് കഴിഞ്ഞു കേട്ടാ. JP സാറോടെ ഇങ്ങോട്ട് വിളിച്ചേ. നമസ്കാരം സാർ. സാർ, അച്ഛൻ പറഞ്ഞിട്ടാണ് പെണ്ണ് കാണാൻ വേണ്ടി വന്നത്. പക്ഷെ പെണ്ണ് കാണലിന് പകരം ആരൊക്കെയോ വന്ന് എന്തൊക്കെയാണ് പറയുന്നത്. എന്താ പ്രോബ്ലം എന്ന് മാത്രം മനസ്സിലാവുന്നില്ല. പെണ്ണിനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പോവായിരുന്നു അല്ലേ? ഉണ്ടെങ്കിലല്ലേ മോനെ കാണാൻ പറ്റുള്ളൂ. വേറൊന്നുമല്ല മോനെ, ഈ നാട്ടിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിൽ ഇവിടെ നിന്നാ പരിഹരിക്കുന്നത്. ഈ ചുറ്റുവട്ടത്തോടെ ഏതോ പൈപ്പ് ലൈൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് മുഴുവൻ ഗ്രാമീണരെയും കാലിയാക്കാൻ ആരൊക്കെയോ ചേർന്ന് ശ്രമിച്ചതിനെ ഇവനാണ് നേരെ നിന്ന് എതിർത്തത്. അവരേതെല്ലാം രീതിയിൽ ഭീഷണിപ്പെടുത്താമോ അതെല്ലാം ചെയ്തു. പക്ഷെ ഇവൻ ഭയന്നില്ല. ഒടുവിൽ ഈ വീട്ടിലൊരു ശുഭകാര്യം ഉണ്ടെന്നറിഞ്ഞ് അവരിവന്റെ മോളെ പിടിച്ചോണ്ടുപോയി ഗോകുൽ രാജിന്റെ വീട്ടിൽ താമസിച്ചിരിക്കാൻ മോനെ. അത് നിന്നോട് എങ്ങനെ പറഞ്ഞാവാ? മോനെ, ദയവേദി ഈ കാര്യം നീ അങ്ങ് മറന്നേക്ക്. ഇതിന്റെ പേരിൽ ഇപ്പോൾ തന്നെ ഞാൻ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന് വേറൊരാൾ കൂടി ഉണ്ടാവാൻ പാടില്ല. അവർക്കെതിരെ നിൽക്കുന്നവർ എത്ര ശക്തരാണെങ്കിൽ പോലും അവർ കൊന്നുകളയും. അച്ഛനോടും അമ്മയോടും എന്നോട് ക്ഷമിക്കാൻ പറയണം. എന്റെ തെറ്റാണല്ലോ. എന്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കാം പ്ലീസ്. എന്തിനെങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. സർ, എന്തായി? അവളെ പിടിച്ചോണ്ട് വന്നിട്ട് 6 hours ആയി. ഇതുവരെ അയാളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോ ഇപ്പോഴും അവന്റെ നാട്ടുകാരോടാണ് സ്നേഹമല്ലേ? അവളെ അങ്ങ് കൊന്നേക്ക്. എന്താവും നോക്കാം. ചിറ്റപ്പാ, ഞാൻ സ്റ്റഡി ആണല്ലോ അല്ലേ? 4-5 പെഗല്ലേ അടിച്ചുള്ളൂ, കുഴപ്പമില്ല. ആരാ നിങ്ങള്? അല്ലേട്ടാ, ഗോകുൽ രാജിന്റെ വീട് ഇതല്ലേ? വേറെ ഗോകുൽ രാജ് ഒന്നും ഈ പ്രദേശത്തില്ലല്ലോ. ഇവിടെ ഒരുപാട് രാജുമാരുണ്ടാവും. ഗോകുൽ രാജ് ഒന്നേ ഉള്ളൂ. അതാണ് ഞങ്ങളുടെ സാർ. ഞങ്ങൾ കുറച്ച് ദൂരേന്ന് വരിക. ഇവിടെ അടുത്തൊരു പെണ്ണ് കാണാൻ വേണ്ടി വന്നാ. അപ്പോഴാ പെണ്ണ് ഇങ്ങോട്ട് വന്നിരിക്കാന്ന് പറഞ്ഞു. ഒന്ന് വിളിച്ചാ കണ്ടിട്ടങ്ങ് പോവായിരുന്നു. അഭ്യാസം ഇറക്കുക വേണ്ട. പോ. ചേട്ടാ, ഇപ്പൊ ശരിക്കും പ്രോബ്ലം എന്താണെന്നറിയോ? അവളെ കാണാൻ ശ്രമിച്ചാൽ നിങ്ങൾ എന്നെ തല്ലും. കാണാതെ വീട്ടിലേക്ക് എന്ന അച്ഛൻ എന്നെ എന്താ ചെയ്യാന്നറിയോ? എന്ത് ചെയ്യോടാ?
ഫസ്റ്റ് തന്നെ ഇതുപോലൊന്നും എനിക്ക് തരുമോ അച്ഛൻ? ഡായ കണ്ടവരൊക്കെ കേറി ഡാന്ന് വിളിക്കുന്നു. വാ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം, ഇരുന്ന് കാണാമല്ലോ. കത്തി തള്ള എന്റെ നേരെ കത്തി വാങ്ങുന്നോടാ. ഈ കിടപ്പ് കണ്ട പെറ്റ തള്ള സഹിക്കോടാ. പാടില്ല ചേട്ടാ, വെപ്പൺസ് കൊണ്ട് കളിക്കരുത്. എന്തൊരു ലിങ്കാണെന്ന് കേട്ടില്ലേടാ. തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയും വരാനുണ്ട്. നിന്റെ തന്തയുടെ നേരെ നീ ഇങ്ങനെ കത്തിയും ചുറ്റുകയും കോപ്പൊക്കെ കൊല്ലുന്നോ? തട്ടുകടയിൽ പൊറോട്ട ചപ്പാത്തിയും ഓംലെറ്റൊക്കെ വാങ്ങി തരുന്ന പോലെ സിമ്പിളായിട്ട് കൊല്ലുന്നോ? അയ്യോ, എന്തൊരു വെറൈറ്റി അടികളാണ് ഇത്. ഇതൊന്നും അല്ല വരാൻ പോകുന്നേ ഉള്ളൂ. ദൂരെ നിന്ന് പെണ്ണ് കാണാൻ വന്നിട്ട് പെണ്ണിനെ കാണിക്കില്ല 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 എന്ന് പറഞ്ഞ കാണാതെ കേടാ പോകുന്നത്. പിന്നെ മുതലാ കിട്ടിയതൊന്നും നിനക്ക് മതിയായില്ലടാ, മതിയായില്ലടാ, മതിയായില്ലേ? സാറാ ഡാന്ന് വിളിച്ചിട്ട് സാറായതെങ്ങനെയാടാ? സാറായതെങ്ങനെയാടാ? ഞാൻ നിന്നെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ സാറാവൻ? പറയടാ, ഇനി സാറേന്ന് വിളിക്കോടാ, പറയടാ. ഇനി കുറച്ചുകൂടി കിട്ടിയാ നീ എന്നെ അച്ഛാന്ന് വിളിച്ചോണ്ട് കരയല്ലോടാ. പറയടാ, തല്ല് കിട്ടുമ്പോ സാറ്, അച്ഛൻ, അമ്മാവൻ, അമ്മയുടെ ആങ്ങള, ഒരു അമ്മയെ കെട്ടി നായര്, അങ്ങനെ കളിക്കോടാ. ബാക്കിയുള്ളവരെയും കൂടി കണ്ടിട്ട് ഞാൻ വരുന്നുണ്ടാ. സാറേ 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 അങ്ങോട്ട് പോണ്ട സാറേ. എന്താടാ അവിടെ പൊരിഞ്ഞ അടിയാ, വെറുതെ വാങ്ങി. അയ്യോ രാജിന്റെ ആൾക്കാരെ തൊട്ടത് മനസ്സിലായടാ? ഗോകുൽ രാജ എവിടാ? ഗോകുൽ രാജ എവിടാ? ഗോകുൽ രാജ എവിടാ? ചേട്ടാ ചേട്ടാ ചേട്ടനെ തിരക്കുന്നേ. സത്യം പറഞ്ഞു, ഇല്ലെങ്കിൽ വീണ്ടും ഇങ്ങനെ ഇടി മേടിക്കും. ചേട്ടൻ കക്കൂസിലിരിക്കുക. ഡേ, നിങ്ങളെല്ലാരും പോയി സൂപ്പറായി റെഡി ആയിട്ട് ആ പെണ്ണിനെ വിളിച്ചോണ്ട് വാ. പോ. അതെ, ഇതെന്റെ ആദ്യ പെണ്ണ് കാണില്ല, അപ്പൊ അതിന്റേതായ രീതി തന്നെ വേണം, അല്ലെങ്കിൽ വെറുതെ ഇടി വാങ്ങിച്ചു കൂട്ടണ്ട. എടാ ഗോകുൽ രാജേ, നിന്നെ തന്നെയാടാ മണ്ടങ്ങണാപ്പ. ഇങ്ങോട്ട് വാ. ഗോകുൽ എന്നിങ്ങനെ കയ്യിൽ എഴുതിയിട്ടാണോ എന്നോട് കള്ളം പറഞ്ഞത്? ഗ്രഹങ്ങള് ബാൻഡ് മാറുന്നതനുസരിച്ച് നമ്മുടെ ടൈമും ചേഞ്ച് ചെയ്യാറുണ്ടോ? അതിനെ കുറിച്ചുള്ള ഐഡിയ ഉണ്ടോ? യു മീൻ ബാൻഡ്? യാ. നോ ഐഡിയ. പോയി അവളെ വിളിച്ചോണ്ടോ, അപ്പൊ ഐഡിയ വരും. അയ്യോ, നിന്റെ ഡയലോഗ് ഉണ്ടല്ലോ, അത് കേട്ടിട്ട് ഇങ്ങനെ നെഞ്ചു വിരിച്ച് നിൽക്കാൻ എത്ര അഭിമാനം ഉണ്ടെന്നറിയോ? അടിച്ചാടിയാണെങ്കിലും പറഞ്ഞ ഡയലോഗ്സ് ആണെങ്കിലും നീ തകർത്ത് കളഞ്ഞില്ലടാ. ശരിക്കും നിന്നെ പോലെ ഒരു ഓൾറൗണ്ടർ വേറെ ആരുടെ ഇവിടെ? സ്റ്റൈലിഷ് സ്റ്റാർ അല്ലേ? ആ, ഇതുവരെ ഉള്ളതെല്ലാം കറക്റ്റാ, ബാക്കൂടെ അടിച്ച് തകർത്തോ. ഈ പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടപ്പെടില്ല, കൺഫേം. നോക്കിക്കോ. ജാനു ശരിക്കും സുന്ദരിയാണ്. സത്യം പറഞ്ഞ ഒത്തിരി അങ്ങ് ഇഷ്ടമായി എനിക്ക്. ഓ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. നിന്റെ അച്ഛൻ JP, എന്റെ അച്ഛൻ UP, അതായത് ഉമാപതി. അവർ രണ്ടുപേരും ക്ലാസ്മേറ്റ്സ്. ഞാനും എന്റെ ഈ ചിറ്റപ്പനും ക്ലാസ്മേറ്റ്സ്. നിന്നെ കാണാൻ വേണ്ടി അല്ല, നീ കാണാൻ വേണ്ടി വിളിപ്പിച്ചത് തന്നെയാണ്. ജാനു, ഒരു ചെറിയ മാറ്റർ ഉണ്ട്. 1-2 മിനിറ്റിനുള്ളിൽ അതങ്ങ് സെറ്റിൽ ചെയ്തേക്കാം. പെണ്ണുങ്ങളില്ലാത്തൊരു പെണ്ണ് കാണൽ എന്ത്?
പെണ്ണുങ്ങളില്ലെങ്കിൽ എന്താ? അമ്മോ ഇത്രയും പ്രതീക്ഷയില്ല. ഇതിലെ മെയിൻ ആരാ? ഞാനാ മോനെ, മോളുടെ മമ്മി. ക്യാരക്ടറിൽ അത്ര ഇൻവോൾവ്മെന്റ് വേണ്ട. കൈയെടുക്ക. അമ്മായിച്ചനോടെ? ഞാനാണ് ഡാഡി ക്യാരക്ടർ. അമ്മാവാ, നിങ്ങളുടെ മോളെ കല്യാണം കഴിക്കാൻ എനിക്ക് പൂർണ്ണ സമ്മതമാണ്. ചിറ്റപ്പ, ആ സ്ത്രീധനത്തിന്റെ കാര്യം ഒന്ന് പറഞ്ഞേക്ക്. ആ സ്ത്രീധന കാര്യം എങ്ങനെയാ? കിഡ്നാപ്പ് ചെയ്തതിന് സ്ത്രീധനം എന്തിനാ? അതൊന്നും ഇവിടെ നടക്കില്ല. ചിറ്റപ്പ, ഇനി ആദ്യം മുതൽ അച്ഛൻ ക്യാരക്ടറിനെ വെച്ച് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം, എങ്കിലും ശരിയാവും. ശരിവാ. ഹലോ, പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോണെന്ന് ഫ്രഷ് ആയിട്ട് കൊടുത്തേക്ക്. സ്ത്രീധനമൊക്കെ കിട്ടിക്കഴിഞ്ഞില്ലേ? ഇനി പെണ്ണിനെ കൊണ്ടുപോവാം. കല്യാണം കഴിയാതെ എങ്ങനെയാടാ പെണ്ണിനെ കൊണ്ടുപോകുന്നത്? ആഹാ, പെണ്ണ് കാണലൊക്കെ കഴിഞ്ഞല്ലോ. ഇനി പാണിഗ്രഹണമാണ്. ജാനു, എണീറ്റോ? 1 2 3 4 5 6 7 7 ചൂടടി നടന്നാൽ കല്യാണം കഴിഞ്ഞു എന്നല്ലേ? ഇനി അവളെ കൊണ്ടുപോകും. ഗോകുൽ രാജ് ജനങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത വസ്തുക്കളുടേതാ കൊടുത്തേക്ക്. ഇവൻ അങ്ങനെ ഒന്നും ബാക്കി വെച്ചേക്കില്ല.